ദേവസ്വം മന്ത്രി ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ നടയിൽ മുമ്പിൽ വന്നാൽ തൊഴൽ എന്നുള്ളത് ധർമ്മമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലിരുന്നാൽ മതി. നിങ്ങളെ നടക്കി മുമ്പിലേക്ക് ആരും വിളിക്കുന്നില്ല. നടക്കി മുമ്പിൽ വന്നില്ല എന്നുള്ളതുകൊണ്ട് ആർക്കും ഒരു പരാതിയില്ല, വിഷമവുമില്ല. കാരണം ഇത് ചാർവാകന്മാർ ഒരുപാട് പേര് ആചാര്യന്മാർ ഋഷിമാരായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ അവിടെ കാണിക്കേണ്ട മര്യാദ കാണിക്കണം. ക്ഷേത്രവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ദേവസ്വം അതായത് ഇപ്പം LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. മാടായിക്കാവിലെ മടയൻ LDF അനുഭവമുള്ള ആളാണ്. ആളെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയാൽ നമ്മളാരും അതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷെ ജീവിതത്തിലൊരു ചന്ദനക്കുറി കൂടാത്ത, ഒരു ക്ഷേത്രത്തിൽ കയറാത്ത, CPM ഏരിയ സെക്രട്ടറി ആയി അതുവരെ ഇരുന്ന് ആളെ ഇനിയിപ്പോൾ അടുത്തും പറ്റാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് കാറും മൊബൈലും സംവിധാനങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായിട്ട് ഇതിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വൈകാരികമായും വിചാരപരമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. അപ്പോൾ ഇത് ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് മാറണം, വിശ്വാസികളുടെ കൺട്രോളിൽ വരണം എന്നാണോ സ്വാമിജി? തീർച്ചയായിട്ടും. അതുപോലെ ഈ ക്ഷേത്ര ജീവനക്കാർ ഇപ്പം വന്ന വലിയൊരു വിമർശനം വന്നിട്ടുള്ളതാണ്. ക്ഷേത്ര ജീവനക്കാർ വിശ്വാസമില്ലാത്ത ആൾക്കാരെ നിയമിക്കുന്നത്. അത് പാർട്ടിക്കാർ ജീവനക്കാരാവുന്ന അവരുടെ യൂണിയൻ, ക്ഷേത്രങ്ങളിലെ യൂണിയൻ ഉണ്ടാവുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നതൊക്കെ ആചാരപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ക്ഷേത്രമായിക്കോട്ടെ, ഇവൻ ദേശമായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, യജ്ഞമായിക്കോട്ടെ, അതിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് യജമാനൻ്റെ. യജമാനനാണ് ക്ഷേത്രത്തെ നയിക്കേണ്ടത്. ആചാര്യനെ നിശ്ചയിക്കേണ്ടത് പോലും യജമാനൻ്റെ ധർമ്മമാണ്. ആ ക്ഷേത്രത്തിനെ കൊണ്ട് നടക്കേണ്ടത് യജമാനൻ്റെ ധർമ്മമാണ്. ഇന്ന് ക്ഷേത്രത്തിലുള്ള സംഭവം യജമാനനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് പോലും അവിടെയുള്ള കഴകക്കാരോ മറ്റുള്ളവരോ ആണ് ആചാര്യഭരണം എന്ന് പറയുന്ന ചടങ്ങ് പോലും നടത്തുന്നത്. അപ്പോൾ യജമാനൻ ക്ഷേത്രത്തിന്, യാഗത്തിന്, യജ്ഞത്തിന് ഒക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആൾ, ആചാര്യന് മുമ്പ് അനിവാര്യമായിട്ടുള്ള ആൾ യജമാനനാണ്. ഇപ്പോൾ തലയില്ലാത്ത ശരീരം പോലെയാണ് ഇന്ന് ഈ വ്യവസ്ഥ മുഴുവൻ നിലനിൽക്കുന്നത്. അതിന് എല്ലാ തകരാറും അവിടെ ഉണ്ടാവും. ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നമ്പൂതിരിമാരായിട്ടല്ലാത്ത പുരോഹിതന്മാർ ലൈക്ക് പ്രീസ്റ്റുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ അടുത്ത് തന്നെ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകത്തിൽ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഒരു ജാതിയിൽ നിന്ന് ഒരു വ്യക്തിനെ എടുത്തു എന്ന് പറഞ്ഞാൽ വളരെ വലിയ വിവാദമായി. ഇവരുടെ ഒരു ബുള്ളിങ് സഹിക്കാൻ മേലാതെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിനെക്കുറിച്ച് മറ്റ് ജാതിയിൽപ്പെട്ട ആൾക്കാർ, അത്രയും നാളും പിന്തുടർന്നു വരുന്ന ഒരു ജാതിക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു പെടുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ അതോ ജാതിയുടെ പ്രശ്നമാണോ? രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇപ്പം കൂടൽമാണിക്യത്തിലെ വിഷയം എന്താണെന്നുള്ളതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് ചില പാരമ്പര്യങ്ങൾക്ക് അവകാശങ്ങളുണ്ടാവും. ആ പാരമ്പര്യ അവകാശം എന്ന് പറയുന്നത് അതൊരു കാരണം പല ക്ഷേത്രങ്ങളും കുടുംബ ക്ഷേത്രങ്ങളോ പരദേവതാ ക്ഷേത്രങ്ങളോ ഒക്കെ ആയിരിക്കും. ക്ഷേത്രം വലുതായി കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ദേവതയാണല്ലോ. അതായത് കുടുംബദേവത ഒരിക്കലും ദേശദേവതയല്ല. അപ്പോൾ അത് ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരമ്പര്യവും കാര്യങ്ങളും ഒക്കെ വേറൊരു വിഷയമാണ്. രണ്ടാമത് യാതൊരു തരത്തിലുള്ള സാമുദായിക ഭേദമില്ല. കേരളത്തിൽ ഇന്നിപ്പോൾ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട് പൂജിക്കുന്ന പല ആളുകളും പഴയ കാലത്ത് മറ്റുള്ള സമുദായങ്ങളിലുള്ള ആളുകൾ പൂജിച്ചിരുന്നതാണ്. പല ക്ഷേത്രങ്ങളും. ഇനി നാളെ ഇത് മാറാം. അപ്പോൾ സമുദായം ഇതിലൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ, അതിൽ ആചാരശുദ്ധി ഉണ്ടോ, നിഷ്ഠയുണ്ടോ എന്നുള്ളതാണ് വിഷയം. നമ്പൂതിരി ആകണമെന്നില്ല പൂജ ചെയ്യാനായിട്ട്. പൂജ ചെയ്യാൻ ഏത് സമുദായത്തിലും ഏത് ഇതിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ മാഘത്തിൽ കണ്ടതല്ലേ, എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ വന്ന് പൂജ ചെയ്തത്. ഇന്ന പൂജകൾ ചെയ്യാൻ ഇന്ന സമുദായം അങ്ങനെ ഉണ്ടോ? അല്ല, എല്ലാ പൂജകളും അതിൽ പല പൂജകൾ. ഇപ്പോൾ സുബ്രഹ്മണ്യ പൂജ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വേറെ കാണാം. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ് അവിടെ പൂജ ചെയ്തത്. ദേവി പൂജ ചെയ്തത് മറ്റൊരു പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഓരോ അതേസമയം പൊതുവിൽ വേറൊരു തരത്തിൽ ചിന്തിക്കുന്ന ചാത്തൻ പൂജ ചെയ്തത് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ്. അവിടെ പൊതുവിൽ കേരളത്തിൽ ചാത്തൻ പൂജ ചെയ്യുന്നത് മറ്റ് പല സമുദായങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ അവിടെ ചാത്തൻ പൂജ ചെയ്തത് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ്. ഈ ടെമ്പിൾസ് എല്ലാം ഏറ്റെടുക്കാനായിട്ട് ഡിവോട്ടീസിൻ്റെ കൈ പോകണം എന്നല്ലേ സ്വാമിജി പറഞ്ഞത്? അതിനുവേണ്ടി മൂവ്മെൻറ്റ് എന്തെങ്കിലും അഖാഡകൾ എടുക്കുന്നുണ്ടോ? അല്ല, ഒന്ന് അഖാഡകളെ സംബന്ധിച്ചിടത്തോളം അഖാഡകളുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അത് അഖാഡകൾ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ ദക്ഷിണ ഭാരതത്തിലാണ് ഈ ഒരു പ്രശ്നം വളരെ കൂടുതലായിട്ടുള്ളത്. ദക്ഷിണ ഭാരതത്തിൽ ഇതുവരെ അഖാഡകളുടെ അങ്ങനെ ഒരു പ്രവർത്തനമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇവിടെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സാമാജികമായിട്ട് നിരവധി ആളുകൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളോടൊപ്പം നമ്മളും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ദക്ഷിണ ഭാരതത്തിൽ അഖാഡകളുടെ പ്രഭാവം കുറവാണെന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ വർഷമാണ് ജൂൺ അഖാഡ എത്രയോ കൊല്ലം പഴക്കമുള്ള ഒരു സന്യാസി സമൂഹമാണ്, 2000 കൊല്ലത്തിന് മേലെ. പക്ഷേ കഴിഞ്ഞ വർഷമാണ് കേരളത്തിനായിട്ടൊരു മഹാമണ്ഡലേശ്വരനെ നിയമിച്ചത്. അതെന്താ അങ്ങനെ? അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ചേഞ്ചസ് ഇവിടെ വന്നത്. അപ്പോൾ അത് ആ ഒരു ചോയ്സിനെ കുറിച്ച് ഈ സമയത്ത് അതിൻ്റെ കാരണം അല്ല, അത് കാലവും പ്രകൃതിയും ഒക്കെ അതിനൊരു സമയമാവുന്നുള്ള. പഴയ കാലത്ത് നമ്മളുടെ രേഖകളിലൊക്കെ ദക്ഷിണ ഭാരതത്തിലും അഖാഡകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുംഭമേളകളിലാണെന്നൊക്കെ ഇന്ന് ഈ കമ്മ്യൂണിക്കേഷനും മറ്റുള്ള കാര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് കുംഭമേളകളിൽ എല്ലാവരും കൂടിച്ചേരും. ഈ മുഗൾ ആക്രമണവും ബ്രിട്ടീഷ് ആക്രമണവും ഒക്കെ നിരന്തരം നടന്നിരുന്നത് കൊണ്ട് ഒരു കുംഭമേള കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എല്ലാവരും തന്നെ ആ യുദ്ധസമാനമായ സാഹചര്യമുള്ള സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്ന ഒരു രീതി പഴയ കാലത്തുണ്ടായി. ദക്ഷിണ ഭാരതത്തിലെന്ന് പറഞ്ഞാൽ അത്ര ദീർഘമായിട്ടുള്ള ഒരു സായുധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹിന്ദുധർമ്മം അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കാലം അല്ലെങ്കിൽ ഹൈദരാലിയുടെ കാലം എന്നൊക്കെ പറയുന്നത് കുറച്ച് മാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ആക്രമണമോ കാര്യങ്ങളൊക്കെ ഒരു ദീർഘകാലമായ കാലത്തേക്കുള്ള ഇതൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരഭാരതത്തിൽ അത് കേന്ദ്രീകരിക്കപ്പെട്ടത്. പിന്നെ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള സാധു സന്ത് മഹാത്മാക്കൾ അഖാഡയുടെ ഭാഗമാകലൊക്കെ വളരെ കുറവായിരുന്നു. വന്നവർ തന്നെ ഇവിടെ നിന്ന് കാൽനടയായിട്ട് അവിടെ എത്തി, പിന്നെ അവിടെ തന്നെ ജീവിക്കുകയായിരുന്നു. കാശിയിലും വാരണാസിയിലും ഒക്കെ ജീവിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് വരലുണ്ടായിരുന്നില്ല. പക്ഷെ മാറിയ കാലഘട്ടത്തിൽ പലപ്പോഴും ധർമ്മം നശിക്കട്ടെ എന്നൊക്കെ അധികാരികൾ പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അഖാഡകളിലെയും ഗുരുമൂർത്തിമാർ ദക്ഷിണ ഭാരതത്തിലും അഖാഡകളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് ആലോചന. അല്ല, കേരളത്തിലെ അഖാഡയുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇനിയും കുറച്ചും കൂടെ ആക്റ്റീവ് തീർച്ചയായിട്ടും വരും ദിവസം. അതെ അതെ, വരും ദിവസം, വരും കാലത്ത്. പക്ഷേ ഇവിടുത്തെക്കാളിലും അതിൻ്റെ ആവശ്യം, അത്തരം ഒരു തിരുത്തലിൻ്റെ ആവശ്യം തമിഴ്നാട്ടിലല്ലേ? അതായത് സനാതനധർമ്മം ഒരു രോഗമാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അല്ല, പൊതുവിൽ ദക്ഷിണ ഭാരതം പൂർണ്ണമായിട്ടെന്ന് പറയാം. തമിഴ്നാട് എന്നുള്ള നിലയ്ക്കല്ല. കാരണം കേരളത്തെ ഇപ്പോൾ ഒരു അങ്ങനെ ഒരു വലിയ സ്ഥലമായിട്ടൊന്നും പറയാനില്ല. അകത്രല്ലേ ഉള്ളൂ, ഇത്ര ആളുകളേ ഉള്ളൂ. അപ്പോൾ ദക്ഷിണ ഭാരതം പൂർണ്ണമായിട്ട് എന്നുള്ള നിലയ്ക്ക് പറയാം. അതിൽ തമിഴ്നാട്ടിൽ പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തതയുള്ളത്, ഭരണാധികാരികൾ എന്ത് പറഞ്ഞാലും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ആചാരങ്ങളിൽ നിന്ന് അനുഷ്ഠാനങ്ങളിൽ നിന്ന് വല്ലാതെ വ്യതിചലിക്കാത്ത ഒരു സമൂഹമാണ്. അവരവരുടേതായിട്ടുള്ള ആചരണങ്ങളിൽ നിന്ന് ഇപ്പോഴും വല്ലാതെ, ഇപ്പം നിങ്ങൾ ഏത് ദേശത്ത് താമസിച്ചാലും തമിഴ്നാട്ടിലൊരാൾ തമിഴാണ് വീട്ടിൽ സംസാരിക്കുക. കേരളത്തിൽ നിന്ന് ഇത് മാറിപ്പോയി എന്നാണോ സ്വാമിജി? കേരളത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലത്തെ കേരളത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ചിത്രം വരയ്ക്കാൻ ഒരാളോട് പറഞ്ഞാൽ പഴയ കാലത്ത് എല്ലാവരും വരയ്ക്കുക, വൈകിട്ടത്തെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ വീടിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കുന്നതായിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ആ ഒരു ആചരണം എല്ലാവരിലും ഉണ്ട്. ഈ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ അവർ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് ദ്രാവിഡ സംസ്കാരത്തിനെയാണ്. ഈ ദ്രാവിഡ, അത് DMK ആണെങ്കിലും DMK ഒരു കാലഘട്ടം വരെയും ഈ ദ്രാവിഡ സംസ്കാരത്തിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ദ്രാവിഡ സംസ്കാരം ഹിന്ദു ധർമ്മത്തിനെതിരാണ്, അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ഒന്ന്, പ്രണവത്തിന് ലിപിയുള്ളത്. നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഓകാരം തന്നെ ദീർഘമിട്ടിട്ട് അനുസ്വാരം ചേർത്ത് എഴുതുക ചെയ്യുക. സംസ്കൃതത്തിലാണെങ്കിൽ അതിന് പ്രത്യേക ലിപിയുണ്ട്. പ്രണവത്തിന് പ്രത്യേക ലിപിയുള്ള രണ്ടാമത്തെ ഇത് തമിഴാണ്. നിങ്ങളെല്ലാ ഇതിലും കണ്ടിട്ടുണ്ടാവും വേലൊക്കെ വച്ചിരിക്കുന്നത് പ്രണവത്തിന് ലിപിയുള്ളത്. പിന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങൾ, കാർത്തികസ്വാമി ക്ഷേത്രങ്ങൾ, അപ്പോൾ എല്ലാം ഈ പൂർണ്ണമായിട്ടുമുള്ള ഹിന്ദു സംസ്കൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നും അഭേദ്യമായും കിടക്കുന്നതാണ്. 4 ധാമകളിലൊന്ന് രാമേശ്വരമാണ്. വൈഷ്ണവ തിരുപ്പതികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവ്യ ക്ഷേത്രങ്ങളെന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീരംഗമാണ്, തമിഴ്നാട്ടിലാണ്. അയോധ്യ അങ്ങനെ ഇവിടെ വരെയുണ്ട്, നമ്മുടെ നേപ്പാൾ വരെയുണ്ട്. പിന്നെ നമ്മൾ സപ്തഭൂമി, ഹരിദ്വാർ, കാശി, അവന്തിക, അങ്ങനെ സപ്തപുരികളെക്കുറിച്ച് പറയും. അതിൽ ദക്ഷിണ ഭാരതത്തിൽ കാഞ്ചിയാണ്. പഞ്ചസരോവരത്തിൽ പമ്പാ സരോവർ ഹംപിയാണ്. അങ്ങനെ ഒരുപാട് നിരന്തരം ബന്ധപ്പെട്ട്, ഇപ്പോൾ ഭാരതപ്പുഴ, ഭാരതത്തിൽ ഭാരതത്തിൻ്റെ പേരിലുള്ള ഏക നദിയാണ്
തമിഴ്നാട്ടിൽ തുടങ്ങി കേരളത്തിൽ അവസാനിക്കുന്ന ഭാരതപ്പുഴ. അപ്പോൾ ഹിന്ദു സംസ്കൃതിയുമായി സനാതന സംസ്കൃതിയുമായി ഭാരതം എന്ന സാംസ്കാരിക ദേശീയതയുമായി മുറിച്ചു മാറ്റാനാവാത്ത വിധം, അകന്നു പോകാനാകാത്ത വിധം, ഒരു വിടവ് പോലുമില്ലാത്ത വിധം ബന്ധപ്പെട്ടതാണ് ഈ ദ്രാവിഡ ദേശവും. പിന്നെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ ഒരു പ്രശ്നം വരുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ള കേരളത്തിലേക്കാട്ടി കൂടുതൽ വിശ്വാസികളുള്ള തമിഴ്നാട്ടിലാണ്. തീർച്ചയായിട്ടും ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വരുന്ന വിശ്വാസികൾ തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഈ പ്രശ്നം വരുന്നത്? രാഷ്ട്രീയം. സ്വാമിജി, അങ്ങനെ നോക്കുമ്പോൾ ഈ ആര്യൻ ദ്രാവിഡൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു ഡിവൈഡിനെ കുറിച്ച് എന്താ സ്വാമിജി കുറച്ച് മുമ്പ് പറഞ്ഞതിൽ ആര്യൻ എന്ന് പറഞ്ഞാൽ നോബിൾ ഓഫ് ദ ക്രീഡ്, ദ്രാവിഡ ദേശമാണ്, അതല്ല ദ്രാവിഡ ദേശം എന്നുള്ളതേ ഉള്ളൂ. കേരള ദേശം, ദ്രാവിഡ ദേശം, കാശ്മീര ദേശം എന്നൊക്കെ പറയുന്നത് അതൊന്നും വംശമല്ല, വംശീയമല്ല. അങ്ങനെ ഒരു വംശ അധിനിവേശം ഉണ്ടായിട്ടുണ്ടോ ആര്യൻ? അത് ഈ ആര്യൻ അധിനിവേശം എന്നൊക്കെ പറഞ്ഞിരുന്ന ചരിത്രകാരന്മാർ തന്നെ അതിനെ, റൊമീല താപ്പർ അടക്കമുള്ള ആളുകൾ അത് തെളിവില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണെന്ന് തള്ളി പറഞ്ഞല്ലോ. അവരുടെ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവസാന കാലത്ത് ഇതിനൊന്നും എനിക്ക് യാതൊരു തെളിവില്ല എന്ന് അവർ തന്നെ തള്ളി പറഞ്ഞല്ലോ. അപ്പം അതൊന്നും, ഈ ദ്രാവിഡവും കേരളവും ഒക്കെ ദേശങ്ങളാണ്. കാശ്മീരം, ഗാന്ധാരം എന്നൊക്കെ പറയുന്ന ദേശങ്ങളൊക്കെ പറയുന്നത്. അതൊന്നും വംശീയമല്ല. സംസ്കാരം എന്ന് പറയുന്നത് ഒരു ചരഗതിക്കനുസരിച്ച് സംസ്കാരം, 40 കിലോമീറ്ററിൽ സംസ്കാരം മാറും, ഭാഷ മാറും, രുചി മാറും, നിങ്ങളുടെ ജീവിതശൈലി മാറും. പഴയ കാലത്ത് ഒരു ദിവസം കൊണ്ട് നടന്നെത്താവുന്ന ദൂരമാണ് 40 കിലോമീറ്റർ, ഒരു ചരഗതി. ആ ചരഗതിയിലും മാറും. ഇപ്പോൾ കോഴിക്കോട്ടുകാർ സംസാരിക്കുന്ന പോലെയല്ല തൃശ്ശൂർക്കാർ സംസാരിക്കുക, തൃശ്ശൂർക്കാർ സംസാരിക്കുന്ന പോലെയല്ല എറണാകുളംകാർ സംസാരിക്കുക.